ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക്, ഡെയിലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 6-ാം അധ്യായമാണ്. സങ്കീർത്തനം 6-ാം അധ്യായം ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. കഷ്ടതയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ 1-2 വാക്യങ്ങൾ, നീയോ യഹോവേ എത്രത്തോളം, യഹോവയെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിൻ്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ, മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എന്നുള്ള വാക്യമാണ് പ്രത്യേകമായി ധ്യാനത്തിനെടുത്തിരിക്കുന്നത്. അപ്പോൾ ദാവീദ് എന്തോ വലിയ കഷ്ടത്തിലായിരിക്കുകയാണ്. തനിക്ക് തൻ്റെ ശരീരത്തിനുള്ള വേദനയായിരിക്കാം, ശരീരത്തിലുള്ള രോഗമായിരിക്കാം, മനസ്സിൻ്റെ പ്രയാസമായിരിക്കാം, എന്താണെങ്കിലും മരണഭയവും അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാം. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും എന്താണ്, കർത്താവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധവും അദ്ദേഹത്തിനുണ്ട്. കാരണം താൻ നീതിമാനാണെന്നൊന്നും താൻ അവകാശപ്പെടുന്നില്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത് എന്നൊക്കെയും ദാവീദ് ചിന്തിക്കുകയാണ്. അപ്പോൾ അതും ദൈവത്തിൻ്റെ ഒരു ബാലശിക്ഷയായിട്ട് തന്നെ ദാവീദ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. അപ്പോൾ നാം ഇവിടെ പ്രത്യേകിച്ചും താൻ മരണത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇവിടെ പറയുന്നത്, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് പാതാളത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസിക്ക് അതിലല്പം ആ ചിന്തയ്ക്ക് വ്യത്യാസമുണ്ട്. കാരണം കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെയും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ശേഷം ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കർത്താവ് കൊടുത്തിരിക്കുകയാണ്. കാരണം പാപികളുടെ എല്ലാ പാപത്തിൻ്റെയും ശിക്ഷ താൻ ഏറ്റെടുത്താണല്ലോ കർത്താവ് കാൽവറിയിൽ യാഗമായിട്ട് തീർന്നത്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരിച്ചാലും കർത്താവിനോട് കൂടെയായിരിക്കും എന്നാണ് നാം വചനത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ നിന്നുമൊക്കെ പഠിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ആ മഹാകരുണ നിമിത്തം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നത് കർത്താവ് നേരത്തെ തന്നെ ചിന്തിച്ച് നിശ്ചയിച്ചിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് കാലത്തിൻ്റെ സമ്പൂർണതയിൽ താൻ മനുഷ്യനായി വന്ന് കാൽവറിയിൽ തന്നെ യാഗമർപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും കർത്താവിൻ്റെ മക്കളാണ്, കർത്താവിനാൽ രക്ഷിക്കപ്പെടുന്നവരുമാണ്. അപ്പോൾ അവരുടെ സ്ഥാനം കർത്താവിനോട് കൂടെയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും ഫിലിപ്പിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. കാരണം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അറിയുന്നില്ല. കാരണം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് കർത്താവിന് എൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാം, എനിക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ചില കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അഥവാ മരിച്ചാൽ തന്നെയും അവിടെയും തനിക്ക് ലാഭമാണ്. കാരണം കർത്താവിൻ്റെ അടുത്താണ് ചെന്നെത്തുന്നത് എന്നുള്ള പ്രത്യാശ. ഇപ്പോൾ നമ്മൾ ദാവീദ് പറഞ്ഞതുപോലെയോ യാക്കോബ് പറഞ്ഞതുപോലെയോ പാതാളത്തിലേക്കല്ല മനുഷ്യൻ്റെ ആത്മാവ് പോകുന്നത്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ച ഏത് വ്യക്തിയും കർത്താവിനോട് കൂടെ
ആയിരിക്കും മരണശേഷം എന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ഇവ രണ്ടിനാലും എന്ന് വെച്ചാൽ ജീവിച്ചാലും എനിക്ക് പ്രയോജനമുണ്ട്, കാരണം എനിക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാം. ഞാൻ മരിച്ചാൽ എനിക്ക് എന്താ ലാഭമെന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്നുള്ള ആ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇതാണ് പുതിയ നിയമസഭയിലെ വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അത്യുത്തമമായ ഒരു സ്ഥാനത്തേക്കാണ് നാം മരണശേഷം പോകുന്നത്. നമ്മുടെ ആത്മാവ് പാതാളത്തിലേക്കല്ല പോകുന്നത്. കർത്താവിൻ്റെ രക്ഷ കർത്താവിൻ്റെ ലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കയാൽ നമ്മുടെ സ്ഥാനം മരണശേഷം കർത്താവിനോട് കൂടെ തന്നെയാണ്. അത് അത്യുത്തമമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ള ഒരു ജീവിതമാണ് നമുക്കിന്ന്. ദാവീദിനെ പോലെ കരയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് പാതാളത്തിൽ ചെന്ന് നിന്നെ സ്തുതിക്കാൻ സാധ്യമാകുകയില്ലല്ലോ എന്ന് പറഞ്ഞല്ല, നാമോ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ.